ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് നിൽക്കുകയാണ്, ചിറ്റ്കുൽ. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു കിടക്കാഴ്ച വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ സാംഗ്ല ഹോലിയൊക്കെ ആഘോഷിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ വണ്ടി പിടിച്ചു ചിറ്റ്കുളിലേക്ക്. ചിറ്റ്കുൾ നമ്മുടെ ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജാണ്. നമ്മുടെ ചൈന ടിബറ്റൻ ബോർഡർ ക്രോസ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എന്നും രാവിലെ സാംഗ്ലയ്ക്ക് ഒരു 11:30 ആകുമ്പോഴും നമുക്കവിടുന്ന് വണ്ടി കിട്ടും ചിറ്റ്കുളിലേക്ക് പോകാൻ വേണ്ടി. ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. അവിടുന്ന് പിന്നെ തിരിച്ചു അതുപോലെ നമുക്ക് പിറ്റേ ദിവസം അതുപോലെ ടൈം നമുക്ക് 11:30 ചിറ്റ്കുൾ ടു ഇവിടെ ചക്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചക്രമോ അല്ലെങ്കിൽ ഷിംലയ്ക്കോ പോകാനുള്ള വണ്ടി കിട്ടും. അപ്പം ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു പൂച്ചക്കുട്ടിക്ക് ഇരിപ്പുണ്ട് ഗൈസ്. അയ്യോ. പിന്നെ ഇവിടെ ഞങ്ങൾ മോമോസ് കഴിക്കാൻ വെച്ചേക്കാണ്. ഇവിടെ എല്ലാം ഐസാണ്. നമ്മളിവിടെ സ്നോഫോൾ കിടക്കുകയാണ്. സീനാണ് ഗൈസ്, സീനാണ് ഇവിടെ. ചിറ്റ്കുൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. ഇതിവിടുത്തെ എരുമയാണെന്ന് തോന്നുന്നു. इसको बोलते हैं गाय. यहाँ पे ये लोग इसको बोलते हैं गाय, उसको बोलते हैं तार या फिर कुछ ऐसा कुछ सिंग वाला. मैंने इन्फॉर्मेशन ली है इसका. യെസ്. ഇവിടെ പെയ്യ സ്നോഫോൾ നടക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മളതിനിപ്പോൾ പോകണേ. ഇപ്പം നമ്മൾ പോണേ ഒരു മൊണാസ്ട്രിയിലേക്കാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇത് കണ്ട അവിടുത്തെ പശുവാണ്. പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുക യാക്കിനെ പറ്റി അതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇവിടുത്തെ പശുക്കൾക്ക്. സ്നോ കൂടി ഭയങ്കര സ്നോ ആണ്, സീനാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകെ പെട്ടുപോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊണാസ്ട്രി ഗൈസ്. ആക്ച്വലി എൻ്റെ കൂട്ടത്തിൽ 2 പേരും ഗ്ലൗസ് എടുത്തിട്ടില്ല. അത് രണ്ടുപേർക്കും തണുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് കാണാവുന്നതാണ്. ഇതെൻ്റെ ഫസ്റ്റ് സ്നോഫോൾ. ഞാൻ പല സ്ഥലത്തും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്നോഫോൾ. അപ്പോൾ എന്താ ഒന്നും പറയാനില്ല. ചിറ്റ്കുൾ നമ്മുടെ ഇന്ത്യയിലെ ലാസ്റ്റ് വില്ലേജാണ്. അതുപോലെ ആക്ച്വലി ഇവിടെ സ്നോയൊക്കെ വീണുകൊണ്ടുണ്ടല്ലോ, നല്ല തെന്നി കിടക്കുകയാണ് ഗൈസ്. അവിടെ എപ്പം വേണമെങ്കിൽ മൂക്കടിച്ച് വീഴാൻ പറ്റും. ആ അവസ്ഥയാണിപ്പോൾ. അതേ കണ്ടില്ലേ, ചുമന്ന് കരിക്കലായി. അപ്പോൾ നമ്മൾ ചിറ്റ്കുൾ ഡയറി സിംഗിങ്. അപ്പം ഇവിടെ സ്നോ ഭയങ്കര സീനാണ്. നല്ല ഒരു അടിപൊളി പ്ലേസാണ്. ഇറ്റ്സ് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ചിറ്റ്കുൾ. വേറൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ്, പട്ടിക്കുട്ടന്മാർ. അപ്പോൾ ഇതാണ് പറഞ്ഞ അമ്പലം. ഈ അമ്പലമാണ് മതി ടെമ്പിൾ എന്നാണ് പറയണത്. ഇവിടെ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. കൂടെ വരുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യണേ, ഞങ്ങളുടെ റൂം. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങൾ താമസിക്കുന്ന മുറി. അവിടെ മൊത്തം സ്നോഫോളാണ് ഗൈസ്. ഒരു റെഡ് സാരി കാണാവുന്നതാണ്. അവിടെ ഒരു കുട്ടി അത്രയും തണുപ്പത്ത് റീൽസ് എടുക്കുകയാണെന്നത് കണ്ടപ്പോൾ തന്നെ തണുക്കുമായിരുന്നു ഗൈസ്.
അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന റൂമിൻ്റെ വ്യൂ. ആ റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാൾക്ക് 500 വെച്ചിട്ടേ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല എക്സ്പെൻസ് കുറവായിട്ടാണ് തോന്നിയത്. അവിടുത്തെ ആ ഒരു 4 ബെഡാണ് അവിടെ ഉള്ളത്, ഒരാൾക്ക് 500 വെച്ച്. പിന്നെ വെള്ളമൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്, ഐസ് കട്ട പോലെയാണ് ഇരിക്കണത്. ഞങ്ങളാണെങ്കിൽ വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് അവിടെ താഴെ ഒരു ടാങ്ക് പോലെ അവർ പണിഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നാണ് വെള്ളം എടുക്കണത്. അതും ഐസ് കട്ട വെള്ളമാണ്. വാഷ്റൂമിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ പിന്നെ സ്നോമാനെയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളവിടെ ആസ്വദിച്ച് നടന്നു കാഴ്ചകളൊക്കെ. നമ്മള് ഇവിടെ സ്നോഫോളിൽ പെട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് എൻ്റെ ഇവിടെ ബസ് അപ്പോൾ ഇനി 3 ദിവസത്തേക്ക് കൂടെ വണ്ടിയൊന്നും കാണത്തില്ല. അങ്ങനെ ഞങ്ങളിപ്പം ബൈക്ക് പോലും പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പം അത് ബൈക്ക് ഒരു പിക്കപ്പിൽ അവർ കൊണ്ടുവരുന്നുണ്ട്, അതിൽ കയറി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത അവിടുത്തെ ഹോട്ടലിലെ ആൾക്കാരാണ് ഞങ്ങളോട് പറഞ്ഞത്, എന്തായാലും പെട്ടെന്ന് തന്നെ വിട്ടോ, ഇനിയിപ്പോൾ ഇവിടെ 3 ദിവസത്തേക്ക് റെഡ് അലേർട്ടാണ്, ബസ്സൊന്നും കാണില്ല. അപ്പോൾ അവരെല്ലാം അടച്ചു കൂട്ടാൻ പോവുകയാണ്. പിന്നെ ഫുഡിനൊക്കെ പ്രശ്നമാവും. അങ്ങനെ അവിടെ സ്റ്റക്കായവരൊക്കെ ഉണ്ട്. ഒരു പൊറാട്ടയ്ക്കൊക്കെ 120 രൂപയ്ക്കാണ് അവർ മേടിക്കണം. പിന്നെ അങ്ങനത്തെയൊക്കെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കിട്ടിയ വണ്ടിക്കൊക്കെ കയറി പിടിച്ച് ചെയ്തു. അല്ലേ സ്നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചത്ത്, ഇത്രയും പ്രതീക്ഷയില്ല, ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറഞ്ഞു പോയതാണ്. ഇവർ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഇവരുടെ ബൈക്കിനാണ്. ചില്ലായിരുന്നു, ഞങ്ങൾ കുറേ പാട്ടൊക്കെ പാടി സെറ്റായിരുന്നു. പക്ഷെ സീനായിരുന്നു. അഖിലേ നോക്കി എങ്ങനെയും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അവിടെ നിന്ന സമയത്ത്. എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ള അത്ര ഐസ് നമ്മുടെ മുഖത്ത് അടിച്ചടിച്ചടിച്ച് നമ്മുടെ ഫുൾ കുറേ കഴിഞ്ഞപ്പോൾ മഴയും കൂടെ കൂടി. പിന്നെ ഞങ്ങൾക്ക് തീരെ നിൽക്കാതെ ഞങ്ങളുടെ കാലിലെ ഷൂ ഒക്കെ ആകെ വെള്ളം നനഞ്ഞ് ആകെ ശോകം ഉണ്ടായിരുന്നു, ഉടുപ്പെല്ലാം നനഞ്ഞ്. പിന്നെ എങ്ങനെയോ പിന്നെ ഈ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോഴാണ് മനസ്സമാധാനം വന്ന്. അത്ര ചത്ത് ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ് ഗൈസ്. അപ്പോൾ അതുവരെ ബൈ ബൈ.